എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്, അധ്യായം 33. അനുരഞ്ജനത്തിന്റെ അധ്യായം അല്ലേ? യാക്കോബും ഏശാവും തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ആ ഒരു വൈകാരികമായ രംഗം. അതെ, ഇതിന് തൊട്ടുമുൻപുള്ള അധ്യായം നമ്മൾ ഓർക്കണം. പെനിയേലിൽ വെച്ചുള്ള മൽപ്പിടുത്തം. ശരിയാണ്. യാക്കോബ് ദൈവവുമായിട്ട് മല്ലിട്ട് ഇസ്രയേൽ എന്ന പുതിയ പേരു വാങ്ങി തുടയെല്ലിനൊരു പരിക്കൊക്കെ പറ്റി. ആത്മീയമായി വലിയൊരു മാറ്റത്തോടെയാണ് അവൻ വരുന്നത്. എന്തായാലും ആ പഴയ ഭയം ഉള്ളിലുണ്ട്. കാരണം 33-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? യാക്കോബ് നോക്കുമ്പോ ദൂരെ ഏശാവ് വരുന്നു. വെറുതെയല്ല, 400 ആളുകളുമായിട്ട്. ആ ഒരു വരവ് കാണുമ്പോൾ ആർക്കായാലും നെഞ്ചിടിപ്പ് കൂടും, പ്രത്യേകിച്ചും പഴയ ചരിത്രം വെച്ച് നോക്കുമ്പോൾ. ഓർക്കണം, യാക്കോബ് ചെയ്തത് ചതിയാണ്. ജ്യേഷ്ഠാവകാശവും അനുഗ്രഹവും തട്ടിയെടുത്തു. ഏശാ വന്നു കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് യാക്കോബ് ഓടിപ്പോയത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 400 ആളുകളുമായി വരുന്നത് കാണുമ്പോൾ യാക്കോബ് ഏറ്റവും മോശം തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു യാക്കോബ് ഒരു മുൻകരുതലെടുക്കുന്നത്. തന്റെ കുടുംബത്തെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാസിമാരെയും അവരുടെ മക്കളെയും ഏറ്റവും മുന്നില്, പിന്നെ ലേയെയും മക്കളെയും ഏറ്റവും പിന്നിലായിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റാഹേലിനെയും മകൻ യോസെഫിനെയും. ഒരുപക്ഷെ എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടാൻ വേണ്ടിയായിരിക്കാം. ഒരു തന്ത്രപരമായ നീക്കം. പക്ഷേ അതിനുശേഷം യാക്കോബ് ചെയ്യുന്നത് കണ്ടോ? അതാണ് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. അവൻ ഒറ്റയ്ക്ക് മുന്നോട്ടു പോകുന്നു. എന്നിട്ട് സഹോദരൻ ഏശാവിന്റെ മുന്നിൽ ഒരു പ്രാവശ്യമല്ല 7 പ്രാവശ്യം നിലം വരെ കുനിഞ്ഞു വണങ്ങുന്നു. ഓർക്കണം, ഇത് ദൈവത്തോട് മല്ലിട്ട് ഇസ്രായേലാണ്. അവനിപ്പോ മനുഷ്യനായ സഹോദരന്റെ മുന്നിൽ ഇത്രയും താഴുന്നു. താഴ്മ. അത് വെറും പേടികൊണ്ടാണോ അതോ പെനിയേലിലെ അനുഭവം അവനെ മാറ്റിയതുകൊണ്ടാണോ? രണ്ടുമുണ്ടാവാം. പക്ഷേ ദൈവവുമായുള്ള ആ ഏറ്റുമുട്ടൽ വലിയൊരു മാറ്റം അവനിൽ വരുത്തിയെന്ന് ഉറപ്പാണ്. കാരണം അവന്റെ പ്രവൃത്തി ശരിക്കും വിനയത്തിന്റെ പ്രകടനമാണ്. ഇത് പഴയ യാക്കോബല്ല. അതെ, അതുകൊണ്ടായിരിക്കാം ഏശാവിന്റെ പ്രതികരണവും അപ്രതീക്ഷിതമായിരുന്നു. യാക്കോബ് പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. അതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും ടച്ചിങ് ആയ ഭാഗം. ഏശാവ് ഓടി വരുന്നു. പ്രതികാരം ചെയ്യാനല്ല. അല്ലല്ല, ഓടി വന്ന് യാക്കോബിനെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, രണ്ടുപേരും കരയുന്നു. ആ രംഗമൊന്ന് ഓർത്തു നോക്കൂ. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പക, ദേഷ്യം, ഭയം, അതെല്ലാം ആ കണ്ണുനീരിൽ അലിഞ്ഞില്ലാതാവുന്നു. ദൈവത്തിന്റെ ഇടപെടൽ അവിടെ വ്യക്തമാണ്. ഏശാവിന്റെ ഹൃദയത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ദേഷ്യം ഒറ്റ നിമിഷം കൊണ്ട് അലിയുമോ? ശരിയാണ്. കാലവും ദൈവകൃപയും ഹൃദയങ്ങളെ മാറ്റുമെന്നതിന്റെ വലിയ ഉദാഹരണം. അനുരഞ്ജനത്തിന് ശേഷം ഏശാവ് ചുറ്റും നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെയുള്ള ഇവരൊക്കെ ആരാണ് എന്ന്. അപ്പൊ യാക്കോവിന്റെ മറുപടി വീണ്ടും ശ്രദ്ധേയമാണ്. ദൈവം അടിയന് കൃപയോടെ നൽകിയ മക്കൾ. കണ്ടോ, തന്റെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല, ദൈവകൃപ കൊണ്ട് കിട്ടിയതാണെന്ന് അവൻ ഏറ്റുപറയുന്നു. ആ ഒരു താഴ്മ. എന്നിട്ട് ഭാര്യമാരും മക്കളുമെല്ലാം ഏശാവിനെ വണങ്ങുന്നുണ്ട്. ഒരു പുതിയ തുടക്കം അവിടെ കുറിക്കുകയാണ്. സംഭാഷണം പിന്നെ യാക്കോബ് നേരത്തെ അയച്ച സമ്മാനത്തിലേക്ക് വരുന്നു. ആ വലിയ കാലിക്കൂട്ടങ്ങൾ. ഏശാവ് ചോദിക്കുന്നു, ഞാൻ വഴിയിൽ കണ്ട ആ കൂട്ടമൊക്കെ എന്തിനാ? യാക്കോബ് പറയുന്നു, എന്റെ യജമാനൻ എന്നോട് കൃപ തോന്നാൻ വേണ്ടിയിട്ടാണ്, പഴയ തെറ്റിനൊരു പരിഹാരം എന്ന നിലയിൽ. പക്ഷേ ഏശാവത് സ്നേഹത്തോടെ നിരസിക്കുന്നുണ്ട്. ആദ്യം, വേണ്ട സഹോദരാ, എനിക്ക് ധാരാളമുണ്ട്, നിന്റേത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഏശാവിന്റെ മാറ്റം നോക്കൂ. അവനിപ്പോൾ സ്വത്തിലല്ല, സഹോദര ബന്ധത്തിലാണ് താൽപര്യം. പക്ഷേ യാക്കോബ് വിടുന്നില്ല. അവൻ നിർബന്ധിപ്പിക്കുകയാണ്. അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കണം. എന്നിട്ട് യാക്കോബ് പറയുന്ന ആ വാചകം, അതാണ് വളരെ പ്രധാനം. ഞാൻ നിന്റെ മുഖം കണ്ടത് ദൈവത്തിന്റെ മുഖം കണ്ടതുപോലെയാണ്. നീ എന്നിൽ പ്രസാദിച്ചുവല്ലോ. പെനിയേലിൽ ദൈവത്തിന്റെ മുഖം കണ്ട അനുഭവം അവനുണ്ട്. ഇപ്പോ ക്ഷമിക്കുന്ന സഹോദരന്റെ മുഖത്ത് അവൻ അതേ ദൈവീക പ്രസാദം കാണുന്നു. അതായത് മനുഷ്യരിലെ ക്ഷമയിലും കരുണയിലും ദൈവത്തിനൊരു പ്രതിഫലനം കാണാൻ പറ്റുമെന്നാണോ? തീർച്ചയായും. മറ്റൊരാൾ നമ്മളോട് ക്ഷമിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അംശം വെളിപ്പെടുന്നുണ്ട്. യാക്കോബ് അത് തിരിച്ചറിയുന്നു. എന്നിട്ട് യാക്കോബ് ആ സമ്മാനത്തെ അനുഗ്രഹം, ബറക്ക എന്നാണ് വിളിക്കുന്നത്. ഞാൻ കൊണ്ടുവന്ന അനുഗ്രഹം കൈക്കൊള്ളണമേ. പണ്ട് തട്ടിയെടുത്ത അനുഗ്രഹത്തിന് ഒരു പ്രായശ്ചിത്തം പോലെ, ഒരു തിരികെ നൽകൽ. ഒടുവിൽ ഏശാവ സമ്മാനം സ്വീകരിക്കുന്നു. അതോടെ
ആ അനുരഞ്ജനം പൂർണ്ണമാവുകയാണ്. അതെ, പഴയ കണക്കുകൾ തീർത്ത് പുതിയൊരധ്യായം തുടങ്ങുന്നു. പക്ഷേ ഈ വൈകാരിക നിമിഷങ്ങൾക്ക് ശേഷവും യാക്കോബ് ഒരു ജാഗ്രത കാണിക്കുന്നുണ്ട്. ശരിയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് ഏശാവ് സ്നേഹത്തോടെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ യാക്കോബ് അത് നയപരമായി ഒഴിവാക്കുന്നു. കുട്ടികൾക്കും മൃഗങ്ങൾക്കും അത്ര വേഗം പറ്റില്ല, ഞാൻ പതുക്കെ ഷെയിലയിലേക്ക് വരാം എന്നൊക്കെ പറയുന്നു. അതൊരു ഒഴിഞ്ഞുമാറൽ പോലെ തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ. അതുപോലെ സഹായിക്കാൻ എന്റെ ആൾക്കാരെ തരാമെന്ന് ഏശാവ് പറയുമ്പോഴും യാക്കോബ് വേണ്ടെന്ന് വെക്കുന്നു. യജമാനന്റെ കൃപ മാത്രം മതി എന്ന് പറയുന്നു. ഇത് അനുരഞ്ജനത്തിന്റെ മാറ്റു കുറയ്ക്കുന്നുണ്ടോ? അതോ യാക്കോബിന്റെ ഭാഗത്ത് ഇതൊരു വിവേകമാണോ? എനിക്ക് തോന്നുന്നത് ഇതൊരു വിവേകമാണെന്നാണ്. വർഷങ്ങളുടെ അകൽച്ചയ്ക്കും ഭയത്തിനും ശേഷം എല്ലാം പഴയപടിയാകാൻ കുറച്ച് സമയമെടുത്തേക്കാം. ശരിയാണ്. ക്ഷമിച്ചു എന്നതുകൊണ്ട് പൂർണ്ണമായ ഒരു വിശ്വാസം ഉടനെ വരണമെന്നില്ല. അതെ, ചിലപ്പോൾ ആരോഗ്യപരമായ ചില അതിരുകൾ ബന്ധങ്ങളിൽ ആവശ്യമായി വരും. മുറിവുകൾ അത്ര ആഴത്തിലുള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും. യാക്കോബ് ഇവിടെ ഒരു പ്രായോഗിക ബുദ്ധിയാണ് കാണിക്കുന്നത്. അവർ ശത്രുതയില്ലാതെ സമാധാനത്തിൽ പിരിയുന്നു. ഏശാവ് ശെയീരിലേക്കും യാക്കോബ് മറ്റൊരു വഴിക്കും. യാക്കോബ് പിന്നീട് പോകുന്നത് സൂക്കോത്ത് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ തനിക്കും കുടുംബത്തിനും കന്നുകാലികൾക്കും വേണ്ടി കൂടാരങ്ങൾ സുക്കോത്ത് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് സ്ഥലത്തിന് ആ പേര് വന്നത്. പെനിയേലിലെ ആ വലിയ പോരാട്ടത്തിനും ഏശാവുമായുള്ള ആ വൈകാരിക കൂടിക്കാഴ്ചയ്ക്കും ശേഷം ഒരു റെസ്റ്റ് ആവശ്യമായിരുന്നു യാക്കോബിന്. ശരിയാണ്. ഒന്ന് റീചാർജ് ചെയ്യാൻ, ഒന്ന് ശക്തിപ്പെടാൻ. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾക്ക് ശേഷം നമുക്കും അങ്ങനെയുള്ള സുക്കോത്തുകൾ നല്ലതാണ്. ഒന്ന് നിന്ന് ശ്വാസമെടുത്ത് മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കാൻ. സൂക്കോത്തിൽ നിന്ന് യാക്കോബ് നേരെ പോകുന്നത് കനാൻ ദേശത്തേക്കാണ്, ശെഖേം പട്ടണത്തിനടുത്തേക്ക്. അവിടെ അവൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അമോരിന്റെ മക്കളുടെ കയ്യിൽ നിന്ന് 100 വെള്ളിക്കാശിന് ഒരു സ്ഥലം വാങ്ങുന്നു. ഇത് വെറും ഒരു സ്ഥലക്കച്ചവടമല്ല. വാഗ്ദത്ത ദേശത്ത് യാക്കോബിന് സ്വന്തമായി കിട്ടുന്ന ആദ്യത്തെ ഭൂമിയാണിത്. അതെ, അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം യാക്കോബിലൂടെ യാഥാർത്ഥ്യമാകുന്നതിന്റെ ഒരു പടിയാണ്. അവനിനി പരദേശിയല്ല, ആ നാട്ടിൽ അവകാശമുള്ളവനായി മാറുകയാണ്. എന്നിട്ട് ആ വാങ്ങിയ സ്ഥലത്ത് അവനൊരു യാഗപീഠം പണിയുന്നു. അതിനൊരു പേരും കൊടുക്കുന്നുണ്ട്. ഏൽ ഏലോഹെ ഇസ്രായേൽ. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം, ഇസ്രയേലിന്റെ ദൈവം. അതായത് പെനിയേലിൽ വെച്ച് തനിക്ക് കിട്ടിയ പുതിയ പേര് ഇസ്രായേൽ, അത് തന്റെ ദൈവവുമായി ബന്ധിപ്പിക്കുകയാണ്. തന്റെ പുതിയ വ്യക്തിത്വം, തന്റെ ദൈവം, ഇത് രണ്ടും അവൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതെ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശ്രയം ഈ ദൈവത്തിലാണ് എന്ന് അവൻ അവിടെ ഉറപ്പിക്കുന്നു. പെനിയേലിലെ ദൈവം ഇനി ഈ വാഗ്ദത്ത നാട്ടിലെയും എന്റെ ദൈവം. ശരിക്കും ഈ ഒരൊറ്റ അധ്യായത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങൾ. തീർച്ചയായും. ഒന്നാമത്തേത് യാക്കോബിന്റെ വിനയം തന്നെ. തെറ്റുപറ്റിയാൽ അത് സമ്മതിച്ച് ക്ഷമ ചോദിച്ച് പരിഹാരം ചെയ്യാൻ തയ്യാറാകണം. അതുപോലെ ഏശാവിന്റെ ക്ഷമ. വർഷങ്ങളുടെ പകയുണ്ടായിട്ടും ഒറ്റ നിമിഷം കൊണ്ട് അലിയിച്ചു കടഞ്ഞ ആ വലിയ മനസ്സ്. നമ്മൾ ആരോടൊക്കെയാണ് ഇപ്പോഴും ഈ പക മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതോടൊപ്പം യാക്കോബിന്റെ വിവേകവും. ക്ഷമിച്ചാലും ചിലപ്പോൾ ചില അതിരുകൾ ബന്ധങ്ങളിൽ നല്ലതാണ്. അത് പ്രധാനമാണ്. പിന്നെ പ്രതിസന്ധിക്ക് ശേഷം ഒരു സൂക്കോത്ത്, ഒരു വിശ്രമം വേണം. ആത്മീയമായി തളരുമ്പോൾ ഷെഖേമിലെ പോലെ വിശ്വാസമുറപ്പിക്കാൻ ഒരു യാഗപീഠം, ഒരു സമർപ്പണം ആവശ്യമാണ്. പിന്നെ ആ ഏറ്റവും മനോഹരമായ ആശയം, മറ്റൊരാളുടെ ക്ഷമയിൽ, കരുണയിൽ ദൈവത്തിന്റെ മുഖം കാണാൻ കഴിയുക എന്നത്. അതെ, നമ്മുടെ ജീവിതത്തിലെ ഏശാവുമാരുമായുള്ള ബന്ധങ്ങളെ എങ്ങനെ സമീപിക്കണമെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷേ നമ്മൾ യാക്കോബിനെ പോലെ താഴ്മയോടെ ചെല്ലണം, അല്ലെങ്കിൽ ഏശാവിനെപ്പോലെ ക്ഷമിക്കാൻ തയ്യാറാകണം. ദൈവം ഇടപെട്ടാൽ അനുരഞ്ജനം സാധ്യമാണ്. ഈ ചിന്തകളോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഉൽപ്പത്തി 33 അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വലിയ സത്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യാക്കോബിന്റെ താഴ്മയും ഏശാവിന്റെ ക്ഷമയും അത്ഭുതകരമായ അനുരഞ്ജനവും ഞങ്ങളെ സ്പർശിച്ചു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ തകർന്നുകിടക്കുന്ന ബന്ധങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ കയ്പും പകയും അതെല്ലാം അങ്ങ് എടുത്തുമാറ്റണമേ. ഏശാവിനെപ്പോലെ ക്ഷമിക്കാനും യാക്കോബിനെപ്പോലെ വിനയപ്പെടാനും ഞങ്ങളെ പഠിപ്പിക്കണമേ.
അനുരഞ്ജനത്തിനായി ആദ്യ ചുവടുവെക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. ക്ഷമിക്കുന്നവരിലും കരുണ കാണിക്കുന്നവരിലും അങ്ങയുടെ മുഖം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് ശേഷം അങ്ങയിൽ വിശ്രമം കണ്ടെത്താനും സൂക്കോത്ത് ഞങ്ങളുടെ വിശ്വാസം പുതുക്കി ഉറപ്പിക്കാനും ഷെഖേം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അനുരഞ്ജന ശുശ്രൂഷകൾ അങ്ങയുടെ മഹത്വത്തിനായി ഭവിക്കട്ടെ. ഞങ്ങളെ അങ്ങയുമായി അനുരഞ്ജിപ്പിക്കാൻ ക്രൂശിൽ മരിച്ച ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ വചനപഠനത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. ഓർക്കുക, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സമാധാനം.